ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ആർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് റെസിപ്പി പരിചയപ്പെടാം. നേന്ത്രപ്പഴം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പുഡിംഗ് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. നമുക്കതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. 2 മീഡിയം സൈസുള്ള നേന്ത്രപ്പഴം ഞാനിപ്പോൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അത്യാവശ്യം പഴുപ്പുള്ള നേന്ത്രപ്പഴം തന്നെ വേണം നമ്മളിതിലേക്ക് എടുക്കാനായിട്ട്. അതുപോലെ തന്നെ നല്ല നേന്ത്രപ്പഴം തന്നെ നമ്മൾ എടുക്കാൻ വേണം. തൊലി കളഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള കറുത്ത ഭാഗം ഉണ്ടല്ലോ, കറുത്ത ആ ഒരു അരിയുടെ ഭാഗം നമുക്ക് നീക്കണം. കറുത്ത അരിയുടെ ഭാഗം നമുക്ക് പുഡിങ്ങിലേക്ക് ചേർക്കണ്ട. അപ്പോൾ ഞാൻ അതിൻ്റെ നടുക്കുന്ന ആ ഒരു കറുത്ത ആ ഒരു അരിയുടെ ഭാഗമൊക്കെ നീക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എടുത്ത 2 നേന്ത്രപ്പഴത്തിൻ്റെയും ഉള്ളിൽ നിന്ന് ആ കറുത്ത ഭാഗമൊക്കെ നീക്കിയിട്ടുള്ള നേന്ത്രപ്പഴമാണ് ഇപ്പോൾ ഇത്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ നടുക്കുന്നുള്ള ആ ഒരു പോർഷനൊക്കെ മാറ്റിയതിന് ശേഷമുള്ള നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് 1.5 കപ്പ് പശുവും പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 1 കപ്പ് ഞാനിപ്പോൾ ഒഴിച്ചു. ഇനി ഒരു 1/2 കപ്പും കൂടി ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ഇനി നമുക്ക് ഈ പാൽ ഒഴിച്ച ശേഷം ഇത് നന്നായിട്ട് അരച്ച് നമുക്ക് എടുക്കണം. ഇതുപോലെ ഒരു കുഴിയുള്ള പാത്രം നമ്മൾ ആദ്യം ഒന്ന് എടുത്തു വെക്കുക. അതിലേക്ക് നമ്മൾ അരച്ച പാലും പഴവും കൂടി അരച്ചെടുത്ത ഒരു മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് 1/4 കപ്പ് കോൺഫ്ലോറാണ്. അതായത് 2 വലിയ ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഇതിലേക്ക് മധുരത്തിനായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത്ര വലിയ മധുരം ഉണ്ടാവില്ല, എന്നാലും മധുരം ഉണ്ടാവും അത്യാവശ്യം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല മധുരത്തിൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 3/4 കപ്പ് വരെയൊക്കെ കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. വാനില എസൻസിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കായ പൊടിച്ചത് ചേർത്താലും മതി. പക്ഷേ വാനില എസൻസ് ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടി ആ ഒരു പുഡിംഗ് ടേസ്റ്റിലേക്കൊക്കെ വരുള്ളൂ. ഇനി നമുക്ക് ഇതെല്ലാതും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കണം. അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള കോൺഫ്ലോറൊക്കെ നന്നായിട്ട് കട്ടയില്ലാതെ ഇതിലേക്ക് നമുക്ക് ഇളക്കി ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നന്നായി മിക്സാക്കി അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു ഇത്തിരി യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ് കേട്ടോ, നിർബന്ധമൊന്നുമില്ല. നമ്മുടെ പുഡിങ്ങിൽ ഇത്തിരിയും കൂടി യെല്ലോ ഷെയ്ഡ് കൂടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇത്തിരി യെല്ലോ ഫുഡ് കളറും കൂടിയിട്ട് ചേർത്ത് കൊടുത്തത്. അപ്പോൾ യെല്ലോ ഫുഡ് കളറും ചേർത്ത് നന്നായിട്ട് നമ്മളൊന്ന് മിക്സാക്കി അതിനുശേഷം നമ്മളിത് ഇതുപോലെ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കണം. ഇനി അപ്പോൾ കൈ എടുക്കാണ്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം നമ്മൾ കോൺഫ്ലോറൊക്കെ ചേർത്തതല്ലേ, അപ്പോൾ അതുകൊണ്ട് അത് അടിയിൽ കട്ട പിടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ കുറച്ചൊക്കെ നമ്മുടെ ഈ ഒരു പുഡിങ്ങിൻ്റെ ആ ഒരു കൂട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. കുറച്ച് നേരം കൂടി 2-3 മിനിറ്റും കൂടി ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോഴാണ് കറക്റ്റ് ആ ഒരു പാകമായിട്ട് വരുള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറുക്കിയെടുത്ത് ഏതാണ്ടൊക്കെ ആ ഒരു പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് നമ്മളിങ്ങനെ സൈഡിൽ കൂടെ ഇതുപോലെ ഒന്ന് ഇതാക്കുമ്പോൾ അതിങ്ങനെ പെട്ടെന്ന് കൂട്ടി യോജിക്കരുത്. ഇതാണ് ആ ഒരു പരുവം എന്ന് പറയുന്നത്. അപ്പോൾ അതായത് നമ്മുടെ പുഡിംഗ് മിക്സ് ഇവിടെ തയ്യാറായി. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമ്മുടെ ഈ പുഡിംഗ് നമുക്ക് സെറ്റ് ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കപ്പുകളിലാണ് സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്പോസിബിൾ ഗ്ലാസ്സുകളിൽ സെറ്റ് ചെയ്യണമെങ്കിൽ അതിൽ സെറ്റ് ചെയ്യാം. അതല്ല ഒറ്റ പുഡിംഗ് ട്രേയിലായിട്ട് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ പുഡിംഗ് സെറ്റ് ചെയ്തിട്ട് എടുക്കാം. നമ്മൾ പുഡിംഗ് ഇതുപോലെ മോൾഡുകളിലേക്ക് മാറ്റിയതിന് ശേഷം 3 മുതൽ 4 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിക്കണം. എന്നാലാണ് നമ്മുടെ പുഡിങ്ങൊക്കെ കറക്റ്റായിട്ട് സെറ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. 3 മണിക്കൂറിന് ശേഷം ഞാനപ്പോൾ നമ്മുടെ പുഡിങ് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്തു. ഞാനപ്പോൾ അതിന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ പുഡിങ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് മേലെ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ നേന്ത്രപ്പഴത്തിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ നാളികേരത്തിൻ്റെ ഒരു ടേസ്റ്റും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റിയാണ് ഈ ഒരു പുഡിങ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ സിമ്പിളായിട്ടുള്ളൊരു പുഡിംഗ് റെസിപ്പിയാണിത്. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കരുത്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.